ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ടേബിൾ ബിലോ ദ ഹൈറ്റ്, വിഡ്ത്ത് ആൻഡ് ദ റേഷ്യോ ഓഫ് സം റെക്ടാങ്കിൾസ് ആർ ഗിവൺ ബട്ട് ഓൺലി 2 ഓഫ് ഈച്ച്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ കാൽക്കുലേറ്റിംഗ് ദ തേർഡ്. ഈ റെക്ടാങ്കിളിൻ്റെ ഹൈറ്റും വിഡ്ത്തും തന്നിട്ടുണ്ട്, ചിലതിൽ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ആ വിട്ടുപോയവ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ റോയിൽ ഹൈറ്റ് 5 തന്നിട്ടുണ്ട്, വിഡ്ത്ത് 10 ആണ്. അപ്പോൾ റേഷ്യോ ആദ്യം തന്നേക്കുന്നത് ഹൈറ്റാണ്. ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് എന്നാണ് കേട്ടോ. അപ്പോൾ 5:10. ആദ്യം ഏതാണോ തന്നേക്കുന്നത് അതാണ് എഴുതേണ്ടത്. ഹൈറ്റാണ് ആദ്യം എഴുതിയെന്നുണ്ടെങ്കിൽ ആദ്യം ഹൈറ്റിൻ്റെ എത്രയാണെന്നുള്ളത് എഴുതണം, 5. വിഡ്ത്ത് രണ്ടാമതാണ് തന്നേക്കുന്നത്, അപ്പോൾ അത് 10. അപ്പോൾ വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 10:5 എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ഹൈറ്റ് ഈസ് ടു വിഡ്ത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 5:10, 5:10. അപ്പോൾ 5:10 എന്ന് പറഞ്ഞാൽ 5/10 എന്നാണ് അതിൻ്റെ അർത്ഥം. അത് രണ്ടും കൂടിയും 5/10 എന്ന് പറഞ്ഞാൽ 5 പോവും ആദ്യത്തേൽ ഒരു പ്രാവശ്യം, 10ൽ 5 2 പ്രാവശ്യം. അപ്പോൾ 1/2, അതായത് 1:2. അങ്ങനെയാണ് റേഷ്യോ വരുന്നത്. അപ്പോൾ ആദ്യത്തെ 1:2. രണ്ടാമത്തേൽ 6 തന്നിട്ടുണ്ട്. രണ്ടാമത്തെ റോയിൽ ഹൈറ്റ് 6 തന്നിട്ടുണ്ട്, വിഡ്ത്ത് എത്രയാണെന്ന് അറിയില്ല, റേഷ്യോ തന്നിട്ടുണ്ട് 3:2. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ 3:6 അല്ലേ. അപ്പോൾ എത്രയാണ്, 3:2 ആണ് 6. അപ്പോൾ ആ 2 കൊണ്ട് തന്നെയാണ് 3:2 എന്നുള്ള ആ 2നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 2 × 2 4. അപ്പോൾ 4 ആണ് വിഡ്ത്ത്. മൂന്നാമത്തേൽ ഹൈറ്റ് തന്നിട്ടില്ല, വിഡ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ, 4 തന്നിട്ടുണ്ട്. പിന്നെ റേഷ്യോ തന്നിട്ടുണ്ട്, റേഷ്യോ 1:2 എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ വിഡ്ത്ത് രണ്ടാമത് കിടക്കുന്നത് 4 ആണ്. അപ്പോൾ 2 × 2 ആണ് 4 വരുന്നത്. അപ്പോൾ ആദ്യത്തേന് 1 × 2 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ആൻസർ ഹൈറ്റ് 2, വിഡ്ത്ത് 4, റേഷ്യോ 1:2. ഇനി ബി ക്വസ്റ്റ്യൻ, ഇൻ എ വാർഡ് ഓഫ് എ പഞ്ചായത്ത് ദ വിമൻ ആൻഡ് മെൻ ആർ ഇൻ ദ റേഷ്യോ 11:10. അത് പഞ്ചായത്തിലെ ഒരു വാർഡിലത്തെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ റേഷ്യോ 11:10 ആണ്. അപ്പോൾ ആദ്യം എഴുതിയേക്കുന്നത് വിമൺ ആണ് അല്ലേ. വിമൺ എന്ന് പറയുമ്പോൾ റേഷ്യോ വരുന്നത് 11 റേഷ്യോ. പിന്നെ മെന്നിന് 10 ആണ്, 11x 10x. അപ്പോൾ ദർ ആർ 1793 വിമൺ ഇൻ ദ വാർഡ്. അത്രയും സ്ത്രീകളുണ്ട്. ഹൗ മെനി മെൻ ആർ ദർ ഇൻ ദ വാർഡ്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വിമൺ ആൻഡ് മെൻ? അപ്പോൾ വിമൺ ഈസ് ടു മെൻ ആണ് 11:10. കണ്ടോ. അപ്പോൾ നമുക്കറിയാം 11x എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത് നമുക്കറിയില്ല അല്ലേ. 11 × എത്രയാണ് 1793. അതുകൊണ്ട് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എക്സ് എന്ന് ഇട്ടേക്കുന്നത്. 11x എന്ന് പറഞ്ഞാൽ 1793. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനായിട്ട് 11 × x ആണ് 1793. എക്സ് കാണാനായിട്ട് 1793 / 11. ഇൻറ്റു ആണെങ്കിൽ ഈക്വൽ സൈൻ്റെ വലതുവശത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 1793 / 11 ഈക്വൽസ് നമുക്ക് 163 എന്ന് കിട്ടും. അപ്പോൾ വിമൺ കിട്ടിയില്ലേ, 11x 1793. മെൻ എത്രയാണ്, 10 ആണ്. 10x എന്ന് പറയുന്നത് 10 × x എത്രയാണ്, 163. അപ്പോൾ 1630. അപ്പോൾ ടോട്ടൽ നമ്പർ കാണാൻ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അതായത് 11 + 10x 21x. അല്ലെങ്കിൽ നമുക്കിത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 3423 എന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ ആൻസർ.